എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നതിന് മുഹൂർത്തമാണ്. വിജയലക്ഷ്മിയും രഞ്ജുവും നമ്മളുടെ ബന്ധം എന്താണെന്ന് ഗീത കണ്ടെത്തുവാണ്. അതോടൊപ്പം തന്നെ രഞ്ജുവിന് ആ വലിയ രോഗമുണ്ടെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എങ്ങനെ രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞേ തീരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല മദ്യലഹരി വന്ന ഗോവിന്ദന്റെ ഫോണ് ഗീതു അടിച്ചു മാറ്റുവാണ്. അതിനകത്ത് രഞ്ജുവിന്റെ ബയോഡാറ്റ വന്നിട്ടുണ്ട്. AGMല് രഞ്ജുവിന് പുതിയ സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ബയോഡാറ്റ കണ്ണേട്ടന്റെ ഫോണിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പം അതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണമായി ഗീതു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് രാവിലെ ഗീതു പോവാണ്. ഈ സമയത്ത് ഗീതുവിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഗോവിന്ദ്. എങ്ങോട്ട് പോയെന്നത്തില്ല, സ്കൂട്ടി എടുത്തോണ്ട് പോയെന്നാ അറിയാൻ കഴിഞ്ഞ്. പിന്നീട് രഞ്ജു ആരാന്നുള്ള സത്യം ആ അഡ്രസ്സ് തേടി ചെല്ലുമ്പോഴാണ് ആ സത്യങ്ങളൊക്കെ അറിയുന്നത്. വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം ആ അഡ്രസ്സൊക്കെയാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയലക്ഷ്മി ഗോവിന്ദും തമ്മിലുള്ള ബന്ധങ്ങളും അതെല്ലാം ഗീതു അറിയുവാണ്. ഗീതുവിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. ഇത്രയും കാലം എല്ലാവരും ചേർന്ന് തന്നെ പറ്റിക്കുമായിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പം സഹിച്ചില്ല. ഇതിനു മുമ്പ് വിജയലക്ഷ്മിയോട് പലവട്ടം ചോദിച്ചാണ് രഞ്ജുവായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയണം. അജാസ് രഞ്ജുവിനെ വിജയലക്ഷ്മിയുടെ വീട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞ് അന്ന് തന്നെ ചോദിച്ചാണ്. പക്ഷെ വിജയലക്ഷ്മി ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് തടി ഉരുവ ചെയ്തേ. പക്ഷെ അന്ന് ഗീതു ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അമ്മയെന്നുള്ള ഈ വിളി ഉണ്ടാവില്ല, അതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നെന്ന്. ഗീതു ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതുവിന് സഹിക്കാൻ പറ്റില്ല. ഗീതു ആദ്യം വിജയലക്ഷ്മിയുടെ അടുത്തേക്കാ പോണേ. വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആദ്യം ചോദിച്ചു രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം. പക്ഷെ ആ സമയത്തും വിജയലക്ഷ്മി ഉരുണ്ട് കളിക്കുകയോ ചെയ്തേ. പിന്നീട് ഗീതു പറഞ്ഞു, എനിക്കറിയാം രഞ്ജു നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താന്ന്, നിങ്ങളുടെ മോളല്ലേ രഞ്ജു എന്നും മുഖത്തടിച്ചു പോലെ ചോദിക്കുകയാണ് വിജയലക്ഷ്മിയുടെ. ഇത് കേട്ടത് ഒരു ഞെട്ടുണ്ടായി വിജയലക്ഷ്മിയില്. വിജയലക്ഷ്മി മോളെ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം നിങ്ങൾ എന്നെ മോളേന്ന് വിളിച്ച് പറ്റിക്കുമായിരുന്നില്ലേ, ഞാൻ അമ്മയെന്ന് വിളിച്ച് വെറുതെ ആയിരുന്നില്ലേ. ഞാൻ അമ്മയെന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ നിങ്ങൾ എന്നെ മോളേന്ന് വിളിച്ച് അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിൽ അത്രയും കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടായിരുന്നു. നിങ്ങളോട് എത്രയോ വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നു. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഈ കാണിച്ച ചതിയുണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയാണ്. വിജയലക്ഷ്മി പറഞ്ഞു, മോളെ എന്നോട് പൊറുക്കുക, എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തില എനിക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു പറയാം. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിജയലക്ഷ്മിയോട് പോരടിച്ചിട്ട് ഗീതു അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഗീതുവിന് വരുന്ന വഴിയെല്ലാം ഗീതുവിന്റെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നേ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഉണ്ടായിരുന്നു, ഗോവിന്ദുണ്ടായിരുന്നു. ഗോവിന്ദ് ഗീതുവിനെ കണ്ടുപിടിച്ചു. നീ എങ്ങോട്ടാ പോയത്, ഒരു വാക്ക് പോലും പറയാതെ, നിനക്കൊന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റായിരുന്നോ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതിങ്ങനെ തോന്നിയാസം ഇറങ്ങി നടക്കുമല്ലെന്ന് ചോദിച്ച് ഗീതുവിനെ കുറ്റപ്പെടുത്തുവാണ്. പക്ഷെ ഗീതു ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. രഞ്ജു പറഞ്ഞു, അതെങ്ങനെയാ, അവൾക്ക് അങ്ങനെ തോന്നിയാസം നടന്നായിരിക്കും ശീലം, പറഞ്ഞിട്ട് കാര്യമില്ല ഗോവിന്ദേട്ടാന്ന് പറഞ്ഞ് ഗീതുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഗീതു പറഞ്ഞു, എന്നെ കൂടുതൽ ആരും ഭരിക്കാനൊന്നും പറയണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് നീ ആരാന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയണം. ഒരു ഞെട്ടലുണ്ടായി ഗോവിന്ദനും രഞ്ജുവിനും. അപ്പോൾ എന്താ പറയണേ, നീ എന്തറിഞ്ഞെന്നാ പറയണെന്ന് ചോദിക്കും. നീ ആ വിജയലക്ഷ്മിയുടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം രഞ്ജു ഒന്ന് ഞെട്ടി. നിന്നോട് ആരാ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. കള്ളങ്ങളൊന്നും പറയണ്ട, നിന്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയായിരുന്നു. ഗോവിന്ദന്റെ ഫോണിൽ നിന്ന് എനിക്ക് നിന്റെ ബയോഡാറ്റ കിട്ടി. അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എനിക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പൊ എല്ലാരും കൂടെ ഇത്രയും നാളെ എന്നെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ, എന്നെ വെറും വിഡ്ഢി ആയിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ചോദിക്കണം. ഗോവിന്ദന് അറിയായിരുന്നു ഏതെങ്കിലും ദിവസം ഗീതു ആ സത്യങ്ങളൊക്കെ കണ്ടെത്തും. രഞ്ജു ആരാന്നും താൻ ആരാന്നൊക്കെയല്ല ഒരു ചോദ്യം പറച്ചിലോ ഉണ്ടാവുന്ന നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു ഗോവിന്ദന്. പിന്നീട് ഗീതുവിന്റെ അടുത്തേക്ക് ഗോവിന്ദ് വന്ന് സത്യാവസ്ഥയൊക്കെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ഗീതു കൂട്ടാക്കിയില്ല. ഗീതുവിനറിയാം ഇത്രയും കാലം തന്നെ കള്ളം പറഞ്ഞ് പറ്റിച്ചാണ്. അത് പക്ഷെ എന്തിനാന്ന് അറിയില്ല. പിന്നീട് ഗീതു ചോദിക്കുന്നു, നീ എന്തിനാ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കയറിയത്, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, അതെനിക്ക് അറിയേണ്ടത്. അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാളും വേറൊരു വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ അറിയുവാണ് രഞ്ജു ആരാന്നുള്ളത്, രഞ്ജും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാധികാമയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ. അപ്പൊ ഗോവിന്ദനെ കൈക്കലാക്കാനായിട്ട് വന്നതാണ്, ഗോവിന്ദന് ആധിപത്യം സ്ഥാപിക്കാൻ വന്നാണ് രഞ്ജു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ തന്റെ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ്. രാധികാമ അരുണും കൂടെ ചേർന്നിട്ട്
രഞ്ജുവിനെ എന്ത് ചെയ്യണേ, രഞ്ജുവിനെ മുറിക്കകത്തേക്ക് കൊണ്ട് അങ്ങോട്ട് തള്ളി വിടുന്നുണ്ട് അങ്ങോട്ട്. കാരണം ഇത്രയൊക്കെ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ ഗോവിന്ദനെ തട്ടിയെടുക്കാൻ വന്നുള്ള നീന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ വൈകി. പക്ഷെ ഇനി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലേ. ഈ രാധിക ആരും നീ അറിയാൻ പോകുന്നുള്ളൂ. അറക്കൽ വീട്ടിൽ കയറി വന്നിട്ടായിരുന്നില്ലേ നിന്റെ അഭ്യാസമൊക്കെ. വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്ന് അറിഞ്ഞ ശേഷമാണ് രാധികാമ്മ ഈ ഉറഞ്ഞു തുള്ളല്. അപ്പം എന്തോ കാര്യമായിട്ട് നാടകങ്ങൾ കളിക്കുന്നുണ്ട്. വിജയലക്ഷ്മിയും രഞ്ജും കൂടെ ഒത്തുചേർന്നിട്ട് ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു രാധികാമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നത്. രാധികാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? ആ പേര് പറഞ്ഞായിരുന്നു രഞ്ജുവിനോടുള്ള പിന്നീടുള്ള വാക്പോരാട്ടമൊക്കെ നടത്തിയത്. അവസാനം രഞ്ജുവിനെ ആ ബെഡിലേക്ക് തള്ളിയിടുവാണ്. പക്ഷെ അതോടുകൂടി രഞ്ജുവിന് സമനില തെറ്റിയോലെ ആയിപ്പോയി. രഞ്ജുവിന് അസുഖം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണിക്കുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ വലിയൊരു രോഗമായിരിക്കാം, ഒരു ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇത് ഗോവിന്ദനും ഒരു പക്ഷേ വിജയലക്ഷ്മിക്കും അറിയായിരിക്കാം, രഞ്ജുവിനും അറിയായിരിക്കും എന്ന് തോന്നേ. കാരണം തനിക്കുള്ള അസുഖത്തെക്കുറിച്ചൊക്കെ ഇത്രയും വലിയൊരു മഹാരോഗത്തിന്റെ പിടിയിലാണ് താന്. ഏത് നിമിഷവും സംഭവിക്കാം അങ്ങനെയതായിരുന്നു. പക്ഷെ ആ ഒരു ഇരിപ്പിൽ തന്നെ രഞ്ജുവിന് അസുഖം ഉണ്ടാവുകയാണ്. രഞ്ജുവിന് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് വാർന്ന് രഞ്ജു ആ മുറിയിലേക്ക് വീണ് കിടക്കുവാണ്. രാധികാമ്മ മുറിക്കകത്ത് കഥ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാ പോയത്. അപ്പൊ രഞ്ജുവിന്റെ അവസ്ഥ എന്താവും അറിയത്തില്ല. രഞ്ജുവിന് എന്തെങ്കിലും സംഭവിക്കുമോ, അത് അതിനു മുമ്പ് ഗോവിന്ദ് വന്ന് രക്ഷിക്കുമോ എന്നറിയത്തില്ല. പക്ഷെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗീതുവിന് പിന്നെ രഞ്ജുവിനെ വെറുക്കാൻ പറ്റില്ല. കാരണം വിജയലക്ഷ്മിയുടെ മോളാണ്, അതോടൊപ്പം തന്നെ ഗോവിന്ദന്റെ പെങ്ങളാന്നുള്ള സത്യങ്ങളും ഗീതു അറിയാൻ പോവുകയാണ്. പക്ഷെ ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കട്ടക്കലിപ്പിലായിരുന്നു. അവന് ഗീതുവും കിഷോറും തമ്മിൽ അരുതാത്ത ഒരു ബന്ധമുണ്ടെന്ന് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപർണയ്ക്ക് ആ സംശയം ഒന്നുകൂടെ ബലപ്പെടുകയാണ് ചെയ്തേ കിഷോറിന്റെ ഓരോ പെരുമാറ്റം കൊണ്ട്. അങ്ങനെ അപർണയുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടുതൽ ജനിപ്പിക്കുകയാണ് ചെയ്തേ കിഷോർ. അപ്പൊ അവസാനം ഗീതുവിനെ നേരിടാൻ തന്നെ അപർണയെ തീരുമാനിക്കുകയാണ്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം. തന്റെ ഭർത്താവിനെ സ്വന്തമാക്കാനായിട്ടാണ് ഗീതു ശ്രമിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അപർണക നേരെ ഗീതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഗീതുവിന്റെ അടുത്ത് എന്നിട്ട് ഗീതുവായിട്ട് ചോദ്യം പറച്ചിലൊക്കെ ഉണ്ടാവണം. ആ സമയത്താണ് ഗീതു ഈ സത്യങ്ങളൊക്കെ അറിയുന്ന പോലും. കിഷോറിന്റെ തന്ത്രങ്ങളായതെന്ന് മനസ്സിലാക്കാനായിട്ട് ഗീതു കുറച്ച് സമയം വൈകി. എങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിഷോറിനെ പഞ്ഞിക്കിടുവാണ്. അപർണയോട് സത്യങ്ങളൊക്കെ പറയാണ്. ഇനി പൊളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി. ഇത്രമാത്രം ക്രൂരനാണ് കിഷോർ, അല്ലെങ്കിൽ ഇത്രമാത്രം ചതിയാണ് അപർണയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപർണയ്ക്കാനും ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ടാണ് കിഷോർ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗീതുവിന് സഹിച്ചില്ല. കാരണം അവൻ ഇനിയും ഒരു പെണ്ണിനെയും കൂടെ ചതിക്കാൻ പോവാണ്. ഗീതു എന്ത് ചെയ്യുവാണ്, സത്യങ്ങളൊക്കെ അപർണയോട് തുറന്നു പറഞ്ഞിട്ട് കിഷോറിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഇനി രാധികാമ്മയ്ക്കും വരുണിനും ഇനി ഒരു പിടിച്ചു നിൽപ്പില്ല. ഗീതു ഒരുപക്ഷെ രഞ്ജും അവർ രണ്ടും കൂടെ ഒന്നു ചേർന്നായിരിക്കും ഇനി രാധികാമ്മനെ ആ അറക്കൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.